ചന്ദ്രോത്ത് ആരോ ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ട്. അതിൽ അന്വേഷണം നടക്കുന്നുമുണ്ട്. പക്ഷേ ആ വീട്ടിൽ എല്ലാവരും പ്രതിക്കൂട്ടി നിർത്തുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരല്പം കടന്നു കൈയായി പോയില്ലേ? എനിക്ക് കുറച്ച് അവരൊരു അടുപ്പുണ്ടെന്ന് കരുതി ഞാൻ അവർക്ക് വേണ്ടി വാദിക്കുകയല്ല. എന്തോ അവിടുത്തെ കാര്യങ്ങൾ അറിയുമ്പോൾ ഒരു വിഷമം തോന്നുന്നു. സിദ്ധാർത്ഥൻ സാറിനെ അണികൾ കല്ലെറിയുന്നു, വീട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞ സമൂഹത്തിൽ ആ വീടും വീട്ടുകാരും ഒറ്റപ്പെട്ടിരിക്കുക. അവരോട് കുറച്ചൊരു ദയവ് കാണിച്ചുകൂടെ? കണ്ണീ ചോരയില്ലാത്തവരോട് ദയോ? പ്രകാശ് പറഞ്ഞത് നേരായിരിക്കും. ആ വീട്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കും കുറ്റം ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം കൊലയ്ക്ക് കൂട്ടുനിന്നവരാ. അവന് കിട്ടിയ ഈ ഏറൊരു തുടക്കം മാത്ര. അവൻ ഓടിത്തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അവനെയും അവന്റെ കുടുംബത്തെയും ഓടിച്ചിട്ട് അണപ്പിക്കും ഞാൻ. ഞങ്ങളുടെ മകളോട് ചന്ദ്രോത്തുകാർ കാണിച്ചത് എനിക്ക് മറക്കാൻ കഴിയില്ല പ്രകാശേ, കഴിയില്ല. അല്ല സാർ, നോ, ആ വിഷയം ഇനി സംസാരിക്കേണ്ട പ്രകാശ്. അത് വിട്ടേക്ക്. അത് ഞാനും ചന്ദ്രോത്തുകാരും തമ്മിലുള്ള കണക്കാ. അത് ഞാൻ തീർത്തോളാം. പ്രകാശ് ഇപ്പോ ചന്ദ്രോത്തുകാരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടാ എന്നോട് ഇങ്ങനെ പറഞ്ഞേ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രകാശ് ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ സഹിക്കാൻ പറ്റുമോ പ്രകാശിന്? അല്ല സാർ, അത് നോ, യെസ് ഓർ നോ. സഹിക്കാൻ പറ്റുമോ? അത് മാത്രം പ്രകാശ് പറഞ്ഞാൽ മതി. അത് മതി. സഹിക്കില്ല. മതി, അത് കേട്ടാ മതി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ ആരോടും ഒത്തുതീർപ്പിനില്ലെന്ന് പറഞ്ഞേ. ചന്ദ്രോത്ത് കുടുംബത്തിന്റെ പുക കണ്ടിട്ടേ ഞാൻ അടങ്ങും. അല്ല സാർ, ഇതെന്താ കരയുവാണോ? ഇല്ല, എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമായിന്ന്. എന്റെ മോള് ഇത്രയും സമാധാനമായിട്ട് ഉറങ്ങുന്നതേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവൾക്ക് വേണ്ടിയിരുന്നത് അപ്പച്ചന്റെ സ്നേഹമായിരുന്നു. തല്ലും വെട്ടും കുത്തുമൊക്കെ നടത്തുന്ന അപ്പച്ചനെയായിരുന്നു അവൾ ഇതുവരെ കണ്ടോണ്ടിരുന്നത്. ഇന്നിപ്പോ അവളുടെ അപ്പച്ചനെ തിരിച്ചു കിട്ടിയെന്ന് മനസ്സിലായപ്പോ അവൾക്ക് സമാധാനമായി. ഞാൻ അവൾക്ക് കൊടുത്ത വാക്കിൽ നിന്നും മാറില്ല. ഇനി എന്റെ മോളുടെ നല്ല അപ്പച്ചനായിട്ടായിരിക്കും എന്റെ ബാക്കിയുള്ള ജീവിതം. അതിനെ ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നിന്നോടാ. നീയില്ലായിരുന്നെങ്കിൽ നിമ്മി ഇപ്പോഴും മുറിയിൽ അടയ്ക്കപ്പെട്ടതിന് കഴിയുമായിരുന്നു. നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്നെ പറിച്ചു മാറ്റിയത് ക്രൂരതയാ. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് എന്റെ കണ്ണ് തുറപ്പിക്കാൻ കൂടിയായിരിക്കും നിന്നെ കർത്താവ് ഇങ്ങോട്ട് അയച്ചെന്നാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.